എന്തിനു തൊഴിലാടേ ഇത്? നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? നടിക്ക് ഫുഡ് വേണ്ടായോ? ഞാൻ അത് വാങ്ങാൻ പോയതാ. നടിക്കുള്ള അക്കോമഡേഷൻ ശരിയാക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? അത് മൈമൂണ് ശരിയാക്കുന്നുണ്ടെന്ന് ചാത്തുമ്മാന്റെ ചായ്പില്. വാ, റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പോവാ. അതൊക്കെ ഒന്ന് തള്ളിയിട്ട് കേറടേ. ഓ, സമാധാനമായി. ഇനി DD ഇങ്ങോട്ട് എടുത്തു വെച്ച പിന്നെ സുഖമായിട്ട് നാടകം കളിക്കാം. അതെടുക്കാൻ നമ്മൾ പോണോ? ആ രാജേഷിനെ പറഞ്ഞു വിട്ടാ മതി. രാജേഷോ? ഓൾ ഫോർ യു. അതാണോ? അതെ, എടുത്തോ, എല്ലാം എടുത്തോ. ഓക്കെ ഓക്കെ. എല്ലാം മണികണ്ഠൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 4 മണിയാൻ പറ്റിയാ പോരെ? അത് മതി. പക്ഷെ സൂക്ഷിച്ചു പോകണം, കള്ളന്മാരധികമുള്ള കാലോ. എന്റെ അടുത്താണോ കള്ളന്മാർ? അവതരിപ്പിക്കുന്നു കുറുക്കന്തറയുടെ അഭിമാന താരങ്ങൾ അണിനിരക്കുന്ന പഴശ്ശി തമ്പുരാൻ. ആര് കേൾക്കാനോ എന്തോ കുറെ വയലും കൊപ്പും മാത്രം. അത് മൈക്കിടെ കേട്ടു. പഴശ്ശി തമ്പുരാൻ ഏവരെയും ഞങ്ങൾ സ്കൂൾ മൈതാനത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വരണേ, ആരുമില്ലാതിരിക്കല്ലേ. കുറുക്കന്തറയുടെ അഭിമാന താരമായ മണികണ്ഠൻ പഴശ്ശി തമ്പുരാനെ അവതരിപ്പിക്കുന്നു. ഇതുവരെ കാണാത്തൊരു പഴശ്ശി തമ്പുരാൻ, ആരും കേൾക്കാത്തൊരു പഴശ്ശി തമ്പുരാൻ. വരൂ, കാണുക, ആസ്വദിക്കുക, ഞങ്ങളുടെ പഴശ്ശി തമ്പുരാനെ വിജയിപ്പിക്കുക. അതിനൊപ്പം തന്നെ തലക്ക ചന്തുവിനെ അവതരിപ്പിക്കുന്ന എന്നെയും വിജയിപ്പിക്കുക. നേരത്തെ കടകൾ അടച്ച് എല്ലാ സഹോദരന്മാരും സ്കൂൾ മൈതാനത്തിലേക്ക് എത്തണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മിസ്റ്റർ പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് എപ്പോഴും ഇടയിലോ എനിക്ക് ഈ കോട്ട നിർത്ത് മാറ്റാം. നമുക്ക് കോട്ടകൊത്തളങ്ങൾ ഭീരങ്കിപ്പിച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ? നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ അല്ലേടാ? അതെ. ഇതിനകത്തൊരു നാറാടത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യടാ. എടാ പഴശ്ശിനെ, നീ എവിടെ വാളു വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാളു വെച്ചു. നീ വെള്ളം അടിച്ച് വാളു വെച്ചാലോ എന്റെ വാളം തിന്ന്. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ ഇരുന്നോട്ടെ. മണിയണ്ട, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് 2 കൈയും കൂടെ ബുക്ക് ചെയ്യും. അതെന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ, അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, 2 നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് ഇരിക്കാൻ വയ്യടേ. ഉണ്ടായിരിക്കെ, നാടകം തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷറഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. DD എടുക്കാൻ പോയനെ കാണാനുമില്ലല്ലോ. DD എന്റെ കയ്യിലുണ്ടറിയാ. കേറ്റുകളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ? ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. ബാബാ, അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അതെ, അലക്കില്ല. അമ്പുണ്ട്, വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് കാണുമോ? വൃത്തിയിട്ടവനെ
ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. ചെറ്റകൂടെ കൈയിട്ട് ചന്തിക്ക് പിടിക്കുന്നത്. ഇവിടാണ് വരുന്നത്. അട കഴിഞ്ഞിട്ടോടെ മാനാശുപത്രി കേസ് കൊടുക്കാം. തെണ്ടികള്. അലും പേരിയാണ് അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ഠ, അതെ സമ്മേളനം കഴിച്ചു, കളി തുടങ്ങാറായി. ചേച്ചി അതിൽ എത്ര രൂപയുണ്ട്? അറിയില്ല, അങ്ങോട്ട് കൊടുക്കുവാണ്. ഇത് വെറും പേപ്പർ അയ്യോ, ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, എന്താ ഇത്? ഏവരും ഒച്ചയും കൂക്കുവിളിയുമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശ്ശിത്തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. അയ്യപ്പനത് എന്തൊക്കെ പറയുന്നു. ഞാൻ ഉമ്മതരായിട്ടായിരിക്കല്ലേ. പിന്നെ തരും. നാശം, എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പൂത്തോല് കിടന്നുറങ്ങ. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇലക്കിട. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, അരി ഇടണം, പ്രോജക്ട് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നീ ഒന്ന് എണീറ്റേ. നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ട്? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. എണീറ്റ് വന്നേ, നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം ആ നൈറ്റി ഉടുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് ഞാൻ ഉടുത്താ. അതങ്ങ് താ മനുഷ്യ. ഒന്നും പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ, എടുക്കാനോ? താങ്ങ്. അല്ലാതിരുന്നാ സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എന്തേ? അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണമല്ല ആശാന്റെ മൂക്കി ഗതിയായത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്ന് അടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ. ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ, വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ.